ഗുഡ് മോർണിംഗ് ആൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ തന്നെയാണ് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്സ്. അന്ന് കുറച്ച് കുട്ടികൾ ലീവായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ അന്ന് പറ്റിയിരുന്നില്ല. സ്പീഡിൽ എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പോർഷൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്ന് അറിയാം. ആ ഓപ്പറേഷൻ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സുകളെ കുറിച്ചിട്ടാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദ ഫോളോയിങ് ആർ സം ഓഫ് ദ കോമൺ ടെക്നിക്സ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി. It is not able to predict the business future with complete certainty. There is always an element of uncertainty as far as the future courses of the events are concerned. The probability concept tries to analyze uncertainties and bring out necessary data with reasonable accuracy for the purpose of decision making. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രോബബിലിറ്റി ടെക്നിക്ക്. പ്രോബബിലിറ്റി ടെക്നിക്ക് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചാൻസസ് ആണ്, അല്ലേ? ഒരു കാര്യം സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം എന്നതിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഫീൽഡിലൊക്കെ ഒരിക്കലും ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില കേസിൽ സക്സസ് ആവും, ചില കേസിൽ ഫെയിലിയർ ആവാം, അല്ലേ? ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ലോസ് ആയിരിക്കും ബിസിനസ് ഫീൽഡിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കേസിനെ നമ്മൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? പ്രോബബിലിറ്റി ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ദ പ്രോബബിലിറ്റി കൺസെപ്റ്റ് ട്രൈ ടു അനലൈസ് അൺസർട്ടനിറ്റീസ് ആൻഡ് ബ്രിങ് ഔട്ട് നെസസറി ഡാറ്റ വിത്ത് റീസണബിൾ അക്യുറസി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ പ്രോബബിലിറ്റി ടെക്നിക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആ അൺസർട്ടനിറ്റി, അതായത് ബിസിനസ് ഫീൽഡിൽ വരുന്ന ആ സ്ഥിരതമില്ലായ്മ, അസ്ഥിരതയെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനൊരു ബെസ്റ്റ് ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രോബബിലിറ്റി ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ റിസർച്ചിലെ ഒരു ടെക്നിക്കാണ് ഇത് പ്രോബബിലിറ്റി ടെക്നിക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് വൺ, ഡിസിഷൻ തിയറി. ഇറ്റ് ഈസ് ദ അതർ ടെക്നിക്ക് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ റിസർച്ചിലെ മറ്റൊരു ടെക്നിക്കാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ് നമ്പർ ഓഫ് സ്റ്റെപ്സ് സച്ച് ആസ് ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്, കളക്ടിംഗ് ഇൻഫർമേഷൻ, ഡെവലപ്പിംഗ് ഓപ്ഷൻസ്, ഇവാലുവേറ്റിംഗ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ ഡിസിഷൻസ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ചില സ്റ്റെപ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഏതാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഒബ്ജക്റ്റീവ്സ്, ഫസ്റ്റ് വൺ ആ ഒബ്ജക്റ്റീവ്സിനെ ഡിഫൈൻ ചെയ്യുക. ദെൻ സെക്കൻഡ് കളക്ട് ചെയ്യുക, അതിനുവേണ്ടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ഡെവലപ്പിംഗ് ഓപ്ഷൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേറ്റിംഗ്, ആ പ്രോബ്ലത്തെ ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് വൺ മേക്കിംഗ് ഡിസിഷൻസ്, ആ പ്രോബ്ലത്തിന് നല്ലൊരു ഡിസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ ഡിസിഷൻസ്, ലാസ്റ്റിൽ എന്ത് ചെയ്യുക? ആ ഡിസിഷൻ നടപ്പിലാക്കുക എന്നതാണ് ലാസ്റ്റിലെ സ്റ്റെപ്പ്. ഇത്രയാണ് ഡിസിഷൻ തിയറി വരുന്ന സ്റ്റെപ്സ്. Evaluation of the options and selecting the most optimum one is necessary step in decision making. ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഇവാലുവേഷൻ ഓഫ് ദ ഓപ്ഷൻസ് ആൻഡ് സെലക്ടിങ് ദ മോസ്റ്റ് ഓപ്റ്റിമം വൺ. അതായത് ഏറ്റവും മോസ്റ്റ് ഓപ്റ്റിമം ആയിട്ടുള്ള ആ സൊല്യൂഷൻ കണ്ടെത്തി അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Or technique of decision theory is applied in the stage and it is very useful for business managers. Or technique decision theory എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഓർ ടെക്നിക്കാണ്. അത് ബിസിനസ് ഫീൽഡിൽ ബിസിനസ് മാനേജേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഏത്? ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം ആർ ഫോർമുലേറ്റഡ് അണ്ടർ സർട്ടനിറ്റി, അൺസർട്ടനിറ്റി, റിസ്ക്, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം ഫോം ചെയ്യുന്നത് സർട്ടനിറ്റിയുടെ ബേസിലായിരിക്കാം, അൺസർട്ടനിറ്റിയുടെ ബേസിലായിരിക്കാം, റിസ്ക്, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബേസിലായിരിക്കാം. ഓക്കെ, ബിസിനസ് ഫീൽഡിൽ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. സർട്ടനിറ്റി വരാം, അൺസർട്ടനിറ്റി വരാം, റിസ്ക് വരാം, കോമ്പറ്റീഷൻ വരാം, കോൺഫ്ലിക്റ്റ് വരാം, അല്ലേ? നെക്സ്റ്റ് വൺ, അതിൽ വരുന്ന ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ വായിച്ചു പോകുന്നുള്ളൂ. ഇതിൽ അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, പഠിച്ചാൽ മതി. ഇത്രയും ക്ലിയർ ആയല്ലോ? ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്.
ആ ഡിസിഷൻ തിയറിയിൽ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാൻ കുറേ സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് സ്റ്റെപ്സ്? ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്, കളക്ടിങ് ഇൻഫർമേഷൻ, ഡെവലപ്പിംഗ് ഓപ്ഷൻസ്, ഇവാലുവേറ്റിംഗ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ ഡിസിഷൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അതിനൊരു ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിനൊരു ബെസ്റ്റ് ഡിസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഗെയിം തിയറി. ഇൻ ബിസിനസ് സിറ്റുവേഷൻ കോൺഫ്ലിക്റ്റ് അറൈസസ് ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ. നമുക്കറിയാം ബിസിനസ് ഫീൽഡിൽ എപ്പോഴും കോമ്പറ്റീഷൻ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് അല്ലേ? ബിസിനസ് ഫീൽഡിൽ കോമ്പറ്റീഷൻ എപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. ഈച്ച് ഫേം ട്രൈസ് ടു ക്രിയേറ്റ് എ ഫേവറബിൾ എൻവയോൺമെൻറ്റ് ഫോർ ഇറ്റ് ടു ഓപ്പറേറ്റ്. അപ്പോൾ ഓരോ ഫേമും എന്തിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക? അവരുടെ ബിസിനസ് സാമ്രാജ്യം നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന രീതിയിൽ കൊണ്ടുപോകാൻ ഒരു ബെസ്റ്റ് ഡിസിഷനിലേക്ക് എത്തിക്കുക എന്നതാണ് ഓരോ ഫേമും ചെയ്യുക. Each firm applies a strategy knowing with the possible strategies of the competitor. Game theory helps in determining the best course of action for a firm in view of the expected counter moves from the competitors. അപ്പോൾ ഈ ഗെയിം തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ്. എന്താണ് ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ? ബിസിനസ് ഫീൽഡിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉയർന്നു വരുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ബിസിനസ് ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറക്കണം അല്ലേ? അപ്പോൾ മറ്റുള്ളവരുമായി പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളൊരു ഡിസിഷനിലേക്ക് എത്താൻ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗെയിം തിയറി എന്ന് പറയുന്നത്. അതായത് ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കുകളെയാണ് ഗെയിം തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗെയിം തിയറി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗെയിം തിയറി ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ എ ഫേം ഇൻ വ്യൂ ഓഫ് ദ എക്സ്പെക്റ്റഡ് കൗണ്ടർ മൂവ്സ് ഫ്രം ദ കോമ്പറ്റീറ്റേഴ്സ്. അതായത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതായത് അവർ എക്സ്ട്രാ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളൊരു കാര്യം എന്ത് ചെയ്യുന്നു? മുൻകൂട്ടി ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസ് നന്നായി നടന്നു പോകാൻ വേണ്ടിയിട്ട്, അവരെക്കാൾ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പമുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ ഓവർകം ചെയ്യുക എന്നതാണ് ഗെയിം തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് widely applied in several functional areas of business such as production, finance, marketing, distribution, advertising, administration, defense and so forth. ഇത് ബിസിനസ് ഫീൽഡിൻ്റെ പല ഏരിയാസിലും ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ ഏരിയയിൽ, അതുപോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്വർടൈസിങ്, അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ്, അങ്ങനെ ഒരുപാട് ഏരിയയിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന മെത്തേഡ് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ സെലക്ടിങ് ആൻ ഓപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഫ്രം എ സീരീസ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ആൾട്ടർനേറ്റീവ്സ് ഈച്ച് സബ്ജക്റ്റീവ്സ് ടു ലിമിറ്റേഷൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് എന്താണ്? ഏറ്റവും ഓപ്റ്റിമം സൊല്യൂഷൻ, അതായത് ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതായത് പെട്ടെന്ന് ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ ഏറ്റവും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ സെലക്ടിങ് ആൻ ഓപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഫ്രം എ സീരീസ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ആൾട്ടർനേറ്റീവ്സ് ഈച്ച് സബ്ജക്റ്റീവ് ടു ലിമിറ്റേഷൻ. അതായത് ആ പ്രോബ്ലം ഒരു നല്ല സൊല്യൂഷനിൽ തന്നെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിന് ഓപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി അതിന് വേണ്ട നല്ല ഫാക്ടേഴ്സ്, അതിന് സ്യൂട്ടായിട്ടുള്ള ഫാക്ടേഴ്സ് സെലക്ട് ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തുക എന്നതാണ് ലീനിയർ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻ ടു ഒബ്റ്റെയിൻ ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ദ അലോക്കേഷൻ പ്രോബ്ലം. ബെസ്റ്റ് സൊല്യൂഷനിലേക്ക് എത്തിക്കുക. ദ അവൈലബിൾ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു ദ ആക്ടിവിറ്റീസ് ഇൻ സച്ച് എ വേ ദാറ്റ് വിൽ ഒപ്റ്റിമൈസ് ദ എഫക്റ്റീവ്നെസ്. ലീനിയർ പ്രോഗ്രാമിംഗ് കൺസിസ്റ്റ് ഓഫ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ഗ്രാഫിക് മെത്തേഡ്, രണ്ട് സിംപ്ലക്സ് മെത്തേഡ്. ഗ്രാഫിക് മെത്തേഡ് ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രാഫിക് മെത്തേഡ്. അതായത് ആ പ്രോബ്ലത്തെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് വരച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അടുത്തത് സിംപ്ലക്സ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ മിനിമം കോസ്റ്റ് സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് വാരിയബിൾ. ഓരോ വാരിയബിളിൻ്റെയും കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ട്
മാക്സിമം പ്രോഫിറ്റ് അതുപോലെ മിനിമം കോസ്റ്റ് ആയിരിക്കുകയും വേണം, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയും വേണം. ആ രീതിയിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷനിലേക്ക് ന്യൂമറിക്കൽ മെത്തേഡിൽ, അതായത് നമ്മൾ പ്രോബ്ലമായിട്ട് തന്നെ ചെയ്യില്ലേ, സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ചെയ്യില്ലേ, ആ മെത്തേഡിൽ സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് സിംപ്ലക്സ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഓപ്പറേഷൻ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ആ ലീനിയർ പ്രോഗ്രാമിംഗ് ബിസിനസ് ഫീൽഡിൽ പല ഏരിയാസിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ഏരിയയാണ്? ബിസിനസ് ഫീൽഡിൽ പ്രൊഡക്ഷൻ, അതുപോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്വർടൈസിങ്, അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസ് എന്നിങ്ങനെ എല്ലാ ഏരിയാസിലും, ബിസിനസ്സിൻ്റെ എല്ലാ ഏരിയാസിലും ഏത് യൂസ്ഫുൾ ആവുന്നുണ്ട്? ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഉള്ള ആ ഒരു നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് ബെസ്റ്റ് സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ഗ്രാഫിക് മെത്തേഡും സിംപ്ലക്സ് മെത്തേഡും. ഗ്രാഫിക് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നതാണ് ഒരു ഗ്രാഫിക് മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രോബ്ലം എന്ത് ചെയ്യുന്നു? ന്യൂമറിക്കൽ മെത്തേഡിൽ തന്നെ ചെയ്യുക, എന്ന് വെച്ചാൽ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് തന്നെ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷനിലേക്ക് എത്തുക എന്നതാണ് സിംപ്ലക്സ് മെത്തേഡ്. എന്ന് വെച്ചാൽ അവിടെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് അതുപോലെ മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് സിംപ്ലക്സ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ലീനിയർ പ്രോഗ്രാമിംഗ് ഇത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ ഇത് മൊത്തത്തിൽ എസ്സേ ടൈപ്പായിട്ടും ചോദിക്കാറുണ്ട്. ലീനിയർ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് മൊത്തത്തിൽ എസ്സേ ടൈപ്പായിട്ടും ചോദിക്കാറുണ്ട്. ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട് 2 മാർക്കിനും 4 മാർക്കിനും. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 2 മാർക്കിനാണെങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതിയാവും, 4 മാർക്കിനാണെങ്കിൽ ഇത് മൊത്തം എഴുതണം. അപ്പോൾ മാർക്കിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതായത് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കിൽ വരുന്ന മറ്റൊരു ടെക്നിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ മറ്റൊരു ടൈപ്പാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ട്രാൻസ്പോർട്ട് വാരിയസ് എമൗണ്ട് ഓഫ് സിംഗിൾ ഹോമോജീനിയസ് കമ്മ്യൂണിറ്റി ദാറ്റ് ആർ സ്റ്റോർഡ് അറ്റ് സെവറൽ ഒറിജിൻസ് to a number of different destinations in a such a way that the destination demands are satisfied within the capacity of distribution origins and that the total transportation cost is minimum. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടെക്നിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന പ്രോബ്ലംസ് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ ആ എത്തിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, ആ ഏജൻറ് ഉണ്ടാവുമല്ലോ, ആ ഏജൻറ്റിന് ഏറ്റവും എളുപ്പം ഏത് സെൻറ്ററിലാണ് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാവുന്നത് എന്താണ്? അയാൾക്ക് ടൈം ലാഭിക്കാം അല്ലേ? അതുപോലെ നമുക്ക് ആ പ്രൊഡക്റ്റ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ അയാളോട് എന്താ ചെയ്യുക? ഒരു കോമൺ പ്ലേസ് പറഞ്ഞു കൊടുക്കും. ഓർഡർ ചെയ്ത സാധനം നമ്മളെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് കോമൺ പ്ലേസ് പറഞ്ഞു കൊടുക്കും. നമ്മൾ ചിലപ്പോൾ വീടിൻ്റെ അഡ്രസ്സ് ആവില്ല പറഞ്ഞു കൊടുക്കുക, അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലം, ടൈം കൺസ്യൂമിങ് ചെയ്തുകൊണ്ട് ഏറ്റവും എളുപ്പം എത്തപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, ടൈം ലാഭിക്കുക. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്തേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി അവിടെ ചില ട്രിക്കുകൾ ഉപയോഗിക്കും. ആ ടെക്നിക്ക് വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടെക്നിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് അസൈൻമെൻറ്റ് പ്രോബ്ലം, മറ്റൊരു ടെക്നിക്കാണ്. ഓപ്പറേഷൻ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ദ പ്രോബ്ലം ഓഫ് അസൈനിങ് a given number of agents, each one to the same number of tasks, so as to result in maximum efficiency or minimum cost. The assignment problem include assigning man to offices, classes to rooms, drivers to trucks to delivery routes, etc. അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു പ്രോബ്ലം തന്നെ പല ആളുകൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഓരോ ഏജൻറ്റിനായിട്ട് കൊടുക്കുക. അപ്പോൾ ആ പല പ്രോബ്ലം പല ആളുകൾക്കായിട്ട് ചെയ്യുമ്പോൾ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. പക്ഷേ ആ സൊല്യൂഷനിൽ നിന്ന് ബെസ്റ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് തരാറുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റായിട്ട് ചെയ്യാൻ തരുമ്പോൾ നിങ്ങളോട് എന്താ പറയുക, ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇന്ന അസൈൻമെൻറ്റ് ഇന്ന ദിവസത്തിനുള്ളിൽ വെക്കണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സ്വയം ചെയ്യുന്നതല്ലേ ഈ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അത് ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അതിന് ടീച്ചർ മാർക്ക് ഇടുന്നത് എങ്ങനെയാണ്? അതിലേറ്റവും പെർഫെക്റ്റായിട്ട്, അതായത് ടീച്ചർ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള,
അതുപോലെ കറക്റ്റായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റിനാണ് അവിടെ ബെസ്റ്റ് മാർക്ക് ടീച്ചർ കൊടുക്കുള്ളൂ അല്ലേ. ആ രീതിയിൽ അതിൽ ബെസ്റ്റ് അല്ലേ ടീച്ചർ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കണമെങ്കിൽ അതിലെ ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ടാണ് അതിന് കൊടുക്കുക അല്ലേ. അപ്പോൾ അവിടെ ബെസ്റ്റായിട്ട് ഒരു അസൈൻമെൻറ്റ് ടീച്ചർ സെലക്ട് ചെയ്യും. ആ ഒരു മെത്തേഡാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിലും ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ഹാൻഡിൽ ദ പ്രോബ്ലംസ് ഓഫ് അസൈനിങ് എ ഗിവൺ നമ്പർ ഓഫ് ഏജൻറ്റ്സ് each one to the same number of tasks so as result is maximum efficiency or minimum cost. അതായത് ഒരേ കാര്യം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഏജൻസിന് കൈകാര്യം ചെയ്യാൻ കൊടുത്ത ശേഷം അതിൽ നിന്നും നമുക്കൊരു മാക്സിമം റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ട്രിക്കാണ് ഇവിടെ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി ഓർ മിനിമം കോസ്റ്റ്, മിനിമം കോസ്റ്റിൽ മാക്സിമം എഫിഷ്യൻസി നമുക്കവിടെ അവൈലബിൾ ആവും എന്നതാണ് ഈ ട്രിക്കിൻ്റെ പ്രത്യേകത. ദ അസൈൻമെൻറ്റ് പ്രോബ്ലം ഇൻക്ലൂഡ് അസൈനിങ് മാൻ ടു ഓഫീസേഴ്സ്. അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില ടൈപ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാൻ ടു ഓഫീസേഴ്സ്, അതുപോലെ ക്ലാസ്സസ് ടു റൂംസ്, ഡ്രൈവേഴ്സ് ടു ട്രക്സ് ടു ഡെലിവറി റൂട്ട്സ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് എല്ലാം ഏജൻസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ? അസൈൻമെൻറ്റ് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ മാത്രം ഓർത്താൽ മതി. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് ഒരു കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ അസൈൻമെൻറ്റ് അത്രയും നീറ്റായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമാണ് കൂടുതൽ മാർക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബെസ്റ്റിനെ അല്ലേ ടീച്ചർ സെലക്ട് ചെയ്യുന്നത്? ആ മെത്തേഡാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിലും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ഡൈനാമിക് പ്രോഗ്രാമിംഗ്. This technique deals with the problems that arise in connection with the multi-period analysis and decisions. മൾട്ടി-പീരിയഡ് അനലൈസിസും ഡിസിഷൻസും എടുക്കുന്ന സമയത്താണ് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന ടെക്നിക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇറ്റ് ഈസ് എ ജനറൽ ടൈപ്പ് ഓഫ് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ് ആൻഡ് എ പെർട്ടിക്കുലർ ഇക്വേഷൻ യൂസർ മസ്റ്റ് ബി ഡെവലപ്ഡ് ടു ഫിറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ്. അപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലം നമ്മളൊരു പ്രോബ്ലം ഈ ടൈപ്പിലാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ പല ഇക്വേഷൻസും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ദ ബേസിക് അപ്രോച്ച് യൂസ്ഡ് ഇൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈസ് ടു ബ്രേക്ക് ഡൗൺ എ പ്രോബ്ലം ഇൻ ടു സീരീസ് പ്രോബ്ലംസ് ഇൻ സച്ച് എ വേ ദാറ്റ് ആൻസർ ടു ദ ഫസ്റ്റ് സബ് പ്രോബ്ലം can be used in deriving the solution to the next sub problem and so forth, finding solution to the whole problem. അതായത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ ടോട്ടലി ഒറ്റയടിക്ക് ചെയ്യാണ്ട് അതിനെ കുറേ സബ് പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പ്രോബ്ലത്തിൻ്റെ ചെറിയ ചെറിയ പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഓരോന്നിൻ്റെയും ആൻസർ 1 by 1 ആയി കണ്ടെത്തിയ ശേഷം ലാസ്റ്റിൽ അതിൻ്റെ മൊത്തം പ്രോബ്ലത്തിനൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്ന മെത്തേഡാണ് ഇത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാറുണ്ട്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണ് എന്നൊക്കെ. അടുത്തത് സീക്വൻസിംഗ് ആണ്. ദിസ് മെത്തേഡ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ എ സീക്വൻസ് ഇൻ which given jobs should be performed if the objective is to minimize the total effort. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ടോട്ടൽ എഫേർട്ട് മിനിമൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ള പ്രോബ്ലത്തെ ഒരു സീക്വൻസിങ് മെത്തേഡിൽ അറേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം 1 by 1 ആയിട്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, പിന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പ്, പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മുടെ പ്രോബ്ലത്തെ അറേഞ്ച് ചെയ്ത് അതിന് ഒരു ടോട്ടൽ എഫേർട്ട് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ വരുന്ന മെത്തേഡാണ് ഇത് സീക്വൻസിങ് എന്ന് പറയുന്നത്. ആ പ്രോബ്ലത്തെ വളരെ കറക്റ്റായിട്ട് ഓർഡേർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് സീക്വൻസിങ് മെത്തേഡ്. ദ മെത്തേഡ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ എ സീക്വൻസ് ഇൻ വിച്ച് ഗിവൺ ജോബ്സ് ഷുഡ് ബി പെർഫോംഡ് ഇഫ് ദ ഒബ്ജക്റ്റീവ്സ് ഈസ് ടു മിനിമൈസ് ദ ടോട്ടൽ എഫേർട്സ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ക്യൂയിങ് തിയറി ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യൂയിങ് തിയറി ഓർ വെയിറ്റിംഗ് ലൈൻ തിയറി. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? വെയിറ്റിംഗ് ലൈൻ തിയറി. ഡീൽസ് വിത്ത് അനലൈസിസ് ഓഫ് ക്യൂസ് ആൻഡ് ക്യൂയിങ് ബിഹേവിയർ. അവിടെ ക്യൂയിങ് ബിഹേവിയർ അല്ലെങ്കിൽ ക്യൂസിനെ അനലൈസ് ചെയ്യാനാണ് ക്യൂയിങ് തിയറി യൂസ്ഫുൾ ആവുന്നത്. ആൻഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ സൊല്യൂഷൻ ഓർ പ്രോബ്ലംസ് പെർട്ടൈനിങ് ടു ദ ഓപ്റ്റിമൈസേഷൻ ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് ഡിഫൈൻഡ് ഫങ്ഷൻസ് വിത്ത് റാൻഡം ടൈംസ് ഓഫ് അറൈവൽസ് ആൻഡ് സർവീസിംഗ്. Queuing theory attempts to formulate, interpret for purposes of better understanding the queues and for the scope to introduce remedies such as adequate service and tolerate waiting. It can be used to solve a large number of problems such as. ഇനി എന്താണ് ക്യൂയിങ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി
അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. പല കേസിലും നമുക്ക് വെയിറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ കുറേ ടൈം പോവുകയും ചെയ്യാറുണ്ട് അല്ലേ. ആ പ്രോബ്ലം കുറേയൊക്കെ സോൾവ് ചെയ്യാൻ ഏത് യൂസ്ഫുൾ ആവുന്നുണ്ട്? ക്യൂയിങ് തിയറി യൂസ്ഫുൾ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു അതിന് പോകേണ്ട ബസ് സർവീസോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ടൈം അവിടെ പോവുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ടോട്ടലി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. ക്യൂയിങ് തിയറി കുറേ ടൈപ്പിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ്ഫുൾ ആവുന്നുണ്ട്. അതിലൊന്നാണ് ഷെഡ്യൂളിംഗ് എയർക്രാഫ്റ്റ് ആൻഡ് ടേക്ക് ഓഫ് ഫ്രം ബിസി ആസ്പെക്ട്സ്. നെക്സ്റ്റ് വൺ ഷെഡ്യൂളിംഗ് ഓഫ് ഇഷ്യൂസ് ആൻഡ് റിട്ടേൺ ഓഫ് ടൂൾസ് ബൈ വർക്ക്മാൻ ഫ്രം ദ ടൂൾ ക്രൈബ്സ് ഇൻ ഫാക്ടറീസ്. അടുത്തത് ഇൻവെൻട്രി അനലൈസിസ് ആൻഡ് ഇൻവെൻട്രി കൺട്രോൾ. നെക്സ്റ്റ് വൺ മിനിമൈസേഷൻ ഓഫ് കൺജക്ഷൻ ഡ്യൂ ടു ട്രാഫിക് ഡിലേ അറ്റ് ടോൾ ബൂത്ത്സ്. ഇപ്പോൾ ടോൾ ബൂത്ത്സിലൊക്കെ നമുക്ക് പലപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കുറേ ടൈം പോവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ബ്ലോക്കിംഗ് മിനിമൈസ് ചെയ്യാൻ ഏത് മെത്തേഡ് യൂസ്ഫുൾ ആവുന്നുണ്ട്? ക്യൂയിങ് തിയറി മെത്തേഡ് യൂസ്ഫുൾ ആവുന്നുണ്ട്. ക്ലിയർ ആയല്ലോ ക്യൂയിങ് തിയറി എന്താണെന്ന്. അടുത്തത് നെറ്റ്വർക്ക് അനലൈസിസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്കിത് പഠിക്കാനും ഉണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് അനലൈസിസിൽ വരുന്ന രണ്ട് മെത്തേഡാണ് CPM-ഉം PERT-ഉം. ഈ CPM-നെയും PERT-നും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ തിയറി പാർട്ട് മനസ്സിലാക്കാം. പ്രോഗ്രാമിംഗ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് PERT-ൻ്റെ ഫുൾ ഫോം. എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇനി CPM-ൻ്റെ ഫുൾ ഫോം ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആർ പവർഫുൾ മാനേജ്മെൻറ്റ് ടൂൾസ് ഫോർ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് കോംപ്ലക്സ് ജോബ്സ് ഇൻവോൾവിംഗ് എ ലാർജ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. ഈ PERT-ഉം CPM-ഉം നെറ്റ്വർക്ക് അനലൈസിസിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സുകളാണ്. CPM-ൻ്റെ ഫുൾ ഫോമാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. PERT-ൻ്റെ ഫുൾ ഫോമാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അത് ഏതിലാണ് യൂസ്ഫുൾ ആവുന്നത്? കോംപ്ലക്സ് ടൈപ്പിലുള്ള ജോബ്സ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് അനലൈസിസിൽ PERT-ഉം CPM-ഉം യൂസ് ചെയ്യുന്നത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, നെറ്റ്വർക്ക് അനലൈസിസ് is the organized application of systematic reasoning for planning, scheduling, monitoring and controlling practical situations where many separate tasks can happen simultaneously. നെറ്റ്വർക്ക് അനലൈസിസ് എന്ന വേർഡ് നിങ്ങൾ കുറേ തവണ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ഈ നെറ്റ്വർക്ക് അനലൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറേ ആക്ടിവിറ്റികൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് നെറ്റ്വർക്ക് അനലൈസിസ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ആ കാര്യങ്ങൾ മൊത്തത്തിലൊരു പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വെച്ചോളൂ. ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ടീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അവിടെ അതൊന്ന് പ്ലാൻ ചെയ്യണം, പിന്നെ അതിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, പിന്നെ അതിനെ ഒന്ന് ഡാറ്റ അനലൈസ് ചെയ്യണം, ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് എത്തണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യും, പിന്നെ ഷെഡ്യൂൾ ചെയ്യും, പിന്നെ മോണിറ്റർ ചെയ്യും, കൺട്രോൾ ചെയ്യണം അല്ലേ. ആ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് അനലൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? CPM PERT നെറ്റ്വർക്ക് അനലൈസിസിൽ വരുന്ന രണ്ട് മെത്തേഡുകളാണ്. നെറ്റ്വർക്ക് അനലൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കുറേ ആക്ടിവിറ്റീനെ മൊത്തത്തിൽ കണക്ട് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുക. അതാണ് നെറ്റ്വർക്ക് അനലൈസിസ് എന്ന് പറയുന്നത്. അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് തന്നെ പല സ്റ്റെപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം, മോണിറ്റർ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഓക്കെ, അടുത്തത് ഇവിടെ വരുത്തിയത് monitoring and controlling practical situations where many separate tasks can happen simultaneously or consecutively such that it is difficult intuitively to establish a relationship between the separate jobs. PERT is particularly useful for non-repetitive and complex projects in which time estimates are uncertain. ഓക്കെ, എന്താണ് ഈ PERT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം നെറ്റ്വർക്ക് അനലൈസിസിലെ രണ്ട് മെത്തേഡാണ് ഇത്, PERT-ഉം CPM എന്നറിയാം. ഇനി എന്താണ് PERT എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ നോൺ റിപ്പീറ്റേറ്റീവ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്ട് ഇൻ വിച്ച് ടൈം എസ്റ്റിമേറ്റ്സ് ആർ അൺസർട്ടൈൻ. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് PERT എന്ന് പറയുന്നത്. PERT-നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് അനലൈസിസിൽ വരച്ച് പഠിക്കാനുണ്ട്. അതൊന്നും ഇവിടെ ജസ്റ്റ് കാണിക്കുകയാണ്.
നോക്കൂ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ആ പ്രൊജക്റ്റിൽ ഓരോ ഈവൻറ്റും ഉണ്ടായിരിക്കും. ആ ഈവൻറ്റിനെയൊക്കെ നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു പിക്ചറൈസ് ചെയ്യാനുണ്ട്. വരയ്ക്കുമ്പോൾ ആ ഓരോ ഈവൻറ്റിനെയും ഓരോ സർക്കിളായിട്ടാണ് കാണിക്കുക. ഈ സർക്കിളിനെ നോഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ എ എന്നൊരു ഈവൻറ്റ്. ഓക്കെ, അടുത്തത് എ എന്നൊരു ഈവൻറ്റ് കഴിഞ്ഞ് അത് ബിയിലേക്ക് കണക്ട് ചെയ്യാണ്, ബി എന്ന ഈവൻറ്റ്. അടുത്തത് സി എന്ന ഈവൻറ്റ്, ദെൻ ലാസ്റ്റ് ഡി എന്ന ഈവൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തു. ആദ്യം എ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിയിലേക്ക് എത്തും, ബി കഴിഞ്ഞാൽ പിന്നെ സിയിലേക്ക് എത്തും, സി കഴിഞ്ഞാൽ ഡിയിലേക്ക് എത്തും എന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഉണ്ടാക്കി. അതിൻ്റെ ഒരു ജസ്റ്റ് നെറ്റ്വർക്ക് അനലൈസിസിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വരുന്ന ഓരോന്നും, ഈ സർക്കിളിൽ കൊടുത്തിരിക്കുന്നത് ഓരോന്നും അതിൻ്റെ ഈവൻറ്റും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ കണക്ഷനെ പറയുന്നതാണ് എന്ത്, അതിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന ഈവൻറ്റിലെ എല്ലാ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ബിയിലേക്ക് എത്തുക. പിന്നെ ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക് എന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഡിയിലേക്ക് എത്താം. എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് ഡി എന്ന രീതിയിൽ ഡിയിലേക്ക് എത്താം. അതല്ലാതെ എയിൽ നിന്ന് ഡയറക്റ്റായിട്ടും ഡിയിലേക്ക് എത്താം, അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുക ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, പേർട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഏതാണ്? അപ്പോൾ രണ്ട് രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഇത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ആ ഫസ്റ്റിലെ വേ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലെത്തണം, ബിയിൽ നിന്ന് സിയിലെത്തണം, സിയിൽ നിന്ന് ഡിയിലെത്തണം, അല്ലേ? ഈ വരച്ചിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് അനലൈസിസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? നെറ്റ്വർക്ക് അനലൈസിസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനലൈസിസിൽ ഒരു മെത്തേഡാണ് ഇത് പേർട്ട് എന്ന് പറയുന്നത്. ആ പേർട്ട് എന്നത് എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത്? കോംപ്ലക്സ് പ്രൊജക്റ്റിൽ കാൽക്കുലേഷൻസ് സിമ്പിളാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് പേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിനെ ഇങ്ങനെ വരച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇങ്ങനെ വരച്ചു എന്ന് കരുതുക. അപ്പോൾ രണ്ട് രീതിയിൽ എയിൽ നിന്ന് ഡിയിലേക്ക് എത്താം. ഒന്നുകിൽ ആദ്യത്തെ മെത്തേഡ് എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്. അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. എന്നാൽ ഒറ്റയടിക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് എത്താം. അതായത് എയിൽ നിന്ന് ഡിയിലേക്ക് എന്ന രീതിയിൽ ഇങ്ങനെയും വരയ്ക്കാം. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും എളുപ്പമുള്ളതിലെ ചൂസ് ചെയ്യുക, എയിൽ നിന്ന് ഡിയിലേക്ക് എന്നുള്ളതിലെ ചൂസ് ചെയ്യുക. ഇങ്ങനെ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഒരു വേ കണ്ടെത്തുന്ന മെത്തേഡാണ് എന്ത്? പേർട്ട് എന്ന് പറയുന്നത്. അതായത് കോംപ്ലക്സ് ടൈപ്പിലുള്ള പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ് ഇത് പേർട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പേർട്ട് ഒന്നുകൂടി വായിക്കാം. പേർട്ട് ഈസ് എ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ നോൺ റിപ്പീറ്റേറ്റീവ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്റ്റ് ഇൻ വിച്ച് ടൈം എസ്റ്റിമേറ്റ്സ് ആൻഡ് അൺസർട്ടൈൻ. ഓക്കെ, അടുത്തത് CPM ഈസ് ദ ബെസ്റ്റ് യൂട്ടിലൈസ്ഡ് ഫോർ റിപ്പീറ്റേറ്റീവ് ആൻഡ് നോൺ കോംപ്ലക്സ് പ്രൊജക്റ്റ് when time estimate can be made with some measure of certainty. എന്നാൽ CPM എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ റിപ്പീറ്റേറ്റീവ് ആൻഡ് നോൺ കോംപ്ലക്സ് പ്രൊജക്റ്റ്. അതായത് കോംപ്ലക്സ് അല്ലാത്ത ചില പ്രൊജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, ആ ടൈപ്പിലുള്ള പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യാനാണ് CPM മെത്തേഡ് യൂസ്ഫുൾ ആവുന്നത്. അതിന് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയാം. അതായത് നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പാത്ത് കണ്ടെത്തിയിട്ട് ആ പാത്തിൽ നിന്നും നമുക്ക് ആ പ്രൊജക്റ്റിന് വേണ്ട ഒരു ബെസ്റ്റ് സൊല്യൂഷനിലേക്ക് എത്തുന്ന മെത്തേഡാണ് ഇത് CPM എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക ആ പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. ആ പ്രോബ്ലം ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരച്ച് ചെയ്യാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. പേർട്ടിലും വരയ്ക്കാനുണ്ട്, CPMലും ഇതേപോലെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് വരച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മാത്രം മനസ്സിലാക്കുക. പേർട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യാനും CPM എന്ന് പറയുന്നത് നോൺ കോംപ്ലക്സ് പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യാനാണ് യൂസ്ഫുൾ ആവുന്നത്. ദ സെലക്ഷൻ ഓഫ് ദ ടെക്നിക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ ടൈം എസ്റ്റിമേറ്റ്. അടുത്തത് ദ ഫണ്ടമെന്റൽസ് ഓൺ PERT or CPM approach is to assign a network of activities indicating a chain of sequential events and activities from the starting point of a project to its completion. ഇവിടെ പേർട്ട് ആണെങ്കിലും CPM ആണെങ്കിലും അതിൻ്റെ ഒരു നെറ്റ്വർക്ക് അനലൈസിസിൽ വരുന്ന മോഡൽ എന്ന് പറയുന്നത് അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ടായിരിക്കും, ഒരു എൻഡ് പോയിന്റും ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഒരു ഫിഗർ നോക്കൂ, ഇവിടെ A എന്നൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്, D എന്നൊരു എൻഡിങ് പോയിന്റും ഉണ്ട്. ഇങ്ങനെ എയിൽ നിന്ന് തുടങ്ങി ഡിയിൽ നിന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള നെറ്റ്വർക്ക് ടൈപ്പിലുള്ള അനലൈസിസിങ്ങിനെയാണ് പേർട്ട് എന്നും CPM എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ അതിനിടയ്ക്ക് വരുന്ന ആ ഒരു ലൈൻ എന്താണ്? ആക്ടിവിറ്റീനെ സൂചിപ്പിക്കാനാണ്.
അതുപോലെ ABCD എന്നൊക്കെ പറയുന്നത് അതിൽ ഈവൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആക്ടിവിറ്റിയിലേക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ടായിരിക്കും, ഒരു എൻഡ് പോയിന്റും ഉണ്ടായിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്യാൻ. ദ നെറ്റ്വർക്ക് എസ്റ്റിമേറ്റ്സ് ടൈം റിക്വയർമെൻറ്റ്സ് ഫോർ ഈച്ച് ആക്ടിവിറ്റി, ഡെവലപ്സ് ക്രിട്ടിക്കൽ പാത്ത്, സെറ്റിംഗ് ഇനീഷ്യൽ ഷെഡ്യൂൾസ് ആൻഡ് ഗൈഡ്സ് ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം സ്ലാക്ക് ഏരിയാസ് ടു ക്രിട്ടിക്കൽ ഏരിയാസ് ഇൻ ഓർഡർ ടു മീറ്റ് ഷെഡ്യൂളിംഗ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ക്രിട്ടിക്കൽ പാത്ത് കിട്ടും, പിന്നെ അതുപോലെ ഒരു സ്ലാക്ക് ഏരിയ ഒക്കെ കിട്ടും. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാവുക. ഇപ്പോൾ ഇത്ര തൽക്കാലം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തത് സിമുലേഷനാണ് നെക്സ്റ്റ് ടെക്നിക്കായിട്ട് പറയുന്നത്. Simulation is an operation research technique that uses a computerized symbolic model in order to represent actual decision making under uncertainty for determining alternative course of action based upon facts and assumptions. It is a numerical solution method which helps to analyze system to find its optimal solution through trial and error approach. Simulation എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമ്മൾ ചെയ്യും. അത് ചെയ്യുമ്പോൾ തെറ്റ് വരാം, വീണ്ടും അത് ട്രൈ ചെയ്യും, അടുത്തതും ചിലപ്പോൾ തെറ്റാവാം, വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ ശരി കിട്ടുന്നവരെ ആ പ്രോബ്ലം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ടൈപ്പിൽ അതിനൊരു ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് ആ പ്രോബ്ലത്തിനെ കണ്ടെത്തുന്ന രീതിയാണ് ഇത് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇത് ന്യൂമറിക്കൽ സൊല്യൂഷനാണ്. ന്യൂമറിക്കൽ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യില്ലേ, ആ ഒരു മെത്തേഡാണ് ഇത് ന്യൂമറിക്കൽ സൊല്യൂഷൻ. ആ ന്യൂമറിക്കൽ സൊല്യൂഷൻ മെത്തേഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, സിമുലേഷനിൽ ഉപയോഗിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ അപ്രോച്ചാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ദിസ് അപ്രോച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി പ്രോബ്ലംസ് ദാറ്റ് ഇൻവോൾവ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി കേസിലാണ് ഈ സിമുലേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിരത. ഇൻ അതർ വേർഡ്, സിമുലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻ എക്സ്പെരിമെന്റ് വിച്ച് വിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓർ പ്രസന്റ് ആസ് നിയർലി ആസ് പോസിബിൾ ദ റിയൽ സിറ്റുവേഷൻ ആൻഡ് ദെൻ വാച്ചിങ് വാട്ട് ഡസ് ഹാപ്പൻ. ഓക്കെ, അടുത്ത റീപ്ലേസ്മെന്റ് തിയറി. റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറഞ്ഞാൽ ദിസ് തിയറി സജസ്റ്റ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈം വെൻ ഐറ്റംസ് ഓഫ് പ്ലാന്റ് ഷുഡ് ബി റീപ്ലേസ്ഡ്. It is concerned with the problems of replacement of machines, electricity bulbs, etc. due to their deteriorating efficiency, failure or breakdown. അതായത് ഇവിടെ റീപ്ലേസ്മെൻറ്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു പ്രൊഡക്ഷൻ, നമ്മളൊരു ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ തുടങ്ങി. ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്തി അവിടെ നമ്മൾ ആ ഒരു ചെറിയൊരു സംഭവം മിസ്റ്റേക്ക് തിരുത്തി കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി കൂടുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ അത് ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി ആ ചെറിയ സ്പേസിൽ ആ ഒരു കാര്യം അവിടെ റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബൾബ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് കരുതാം. അപ്പോൾ അവിടെ ബൾബ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ആ ബൾബിന് വർക്കിംഗ് കുറേ കഴിഞ്ഞപ്പോൾ എവിടെയോ ഒരു മിസ്റ്റേക്ക് കാരണം എന്തോ കുറച്ച് വർക്ക് ചെയ്താൽ അത് അതിൻ്റെ ലൈറ്റ് ഡള്ളാവുകയാണ്. അപ്പോൾ അവിടെ ആ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പാർട്ട് മാത്രം റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കും, ഇല്ലേ? ആ ഒരു ടൈപ്പിലുള്ള തിയറിയാണ് എന്ന് വിളിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് തിയറി. ദിസ് തിയറി സജസ്റ്റ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈം വെൻ ഐറ്റംസ് പ്ലാൻ ഷുഡ് ബി റീപ്ലേസ്ഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു എക്സാമ്പിൾ. കൺസേൺ വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് മെഷീൻസ്. നമ്മൾ ചില സമയത്ത് മെഷീൻസ് നമ്മൾ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള മെഷീൻസ് മാറ്റാറുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി ബൾബ്സ് എക്സെട്ര ഡ്യൂ ടു ദെയർ ഡിറ്ററിങ് എഫിഷ്യൻസി, ഫെയിലിയർ ഓർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, അതായത് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ. നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിൻ്റെ ഓപ്പോസിറ്റാണ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്. ഇറ്റ് ഈസ് ദാറ്റ് എ ഫോം ഓഫ് പ്രോഗ്രാമിംഗ് ഇൻ വിച്ച് സം ഓർ ഓൾ വാരിയബിൾസ് ആർ കർവി ലീനിയർ. ലീനിയർ പ്രോഗ്രാമിങ്ങിന് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നതെങ്കിൽ നോൺ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ അത് കർവി ലീനിയർ ആയിട്ടാണ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. പിന്നെ ഗോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഗോൾ പ്രോഗ്രാമിംഗ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് ടെക്നിക് ക്വൈറ്റ് സിമിലർ ടു ലീനിയർ പ്രോഗ്രാമിംഗ്. ഇത് ലീനിയർ പ്രോഗ്രാമിംഗ് പോലെ തന്നെയാണ്. ഗോൾ പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. ആ യാത്ര പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയും വേണം, ഒപ്പം തന്നെ അയാൾക്ക് വേറൊരാളെ കാണുകയും വേണം. രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത് എന്ന് കരുതുക. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് അല്ലേ അയാൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, അയാളുടെ കയ്യിലുള്ള സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം, ഒപ്പം തന്നെ ആ പ്ലേസിലുള്ള ഒരു വ്യക്തിയെ അയാൾക്ക് കാണുകയും വേണം. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റീവ്സ് അയാൾക്ക് അവിടെ വന്നില്ലേ?
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തി, ഒപ്പം തന്നെ അവിടെയുള്ളൊരു ആളേനെ കാണണം, ഒപ്പം തന്നെ അവിടെ വേറൊരു പ്ലേസിൽ അയാൾക്ക് ഒരു സാധനം അവിടെ ഒരു പ്ലേസിൽ എത്തിക്കുകയും വേണം. അപ്പോൾ അവിടെ 2 ഒബ്ജക്റ്റീവ്സ് ആണ് അവിടെ അയാൾ കൈകാര്യം ചെയ്യുന്നത്. ഈ രീതിയിൽ കാണിക്കുന്നതിനെയാണ് ഗോൾ പ്രോഗ്രാമിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഗോൾ പ്രോഗ്രാമിംഗ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. അതായത് ആ പ്രോഗ്രാമിംഗ് ഡീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രോബബിലിസ്റ്റിക് പ്രോഗ്രാമിംഗ്. എന്താണെന്നറിയാലോ? ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്റ്റോക്കോസ്റ്റിക് പ്രോഗ്രാമിംഗ് which refers to linear programming that includes an evaluation of relative risk and uncertainties in various alternatives of choice for managerial decisions. അടുത്തത് മാർക്കോവ് അനലൈസിസ്. ദ മാർക്കോവ് അനലൈസിസ് ഈസ് എ മെത്തേഡ് ഓഫ് അനലൈസിസ് the current movement of the same variable in an effort to predict the future movement of the same variable. It was a technique developed by Markov, a Russian mathematician early in 20th century. As a management tool, it is used to analyze the behavior of consumers in terms of their brand loyalty and their switching from one brand to another. അതായത് കൺസ്യൂമറിൻ്റെ മനസ്സറിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ കൺസ്യൂമർ ഒരു ബ്രാൻഡിൽ നിന്ന് അടുത്ത ബ്രാൻഡിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിന് കൂടുതൽ ക്വാളിറ്റി കൊടുത്തിട്ട് ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്ന മെത്തേഡാണ് ഇത് പറയുന്നത്, ഈ മാർക്കോവ് അനലൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ലിമിറ്റേഷൻ ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. എന്തൊക്കെയാണ് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. OR ഹാസ് സർട്ടൻ ലിമിറ്റേഷൻസ്. OR tries to find out the optimal solution taking all the factors into account. In an era modern age, there are number of factors. Huge calculations are calculated to express the relationship among them. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്താണ്? ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഓപ്പറേഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇവിടെ ഓപ്റ്റിമം സൊല്യൂഷൻ നമുക്ക് ഏത് പ്രോബ്ലത്തിനും കണ്ടെത്തുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം, അല്ലേ? എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അതിലൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസും വരുന്നത് കൊണ്ട് തന്നെ ആ ഹ്യൂജ് കാൽക്കുലേഷൻസ് ആർ റിക്വയർഡ് ടു എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് അമംഗ് ദം. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഹ്യൂജ് കാൽക്കുലേഷൻസ്, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ മുന്നിൽ, ഒരുപാട് പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പ്രോബ്ലത്തിനൊക്കെ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നത് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സിലൂടെ സാധിക്കുക എന്നുള്ളത് എല്ലാ കേസിലും സാധ്യമാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ OR ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ഓപ്റ്റിമൽ സൊല്യൂഷൻ ടേക്കിംഗ് ഓൾ ദ ഫാക്ടേഴ്സ് ഇൻ ടു അക്കൗണ്ട്. OR എന്നത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എത്ര ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിന് ഓപ്റ്റിമം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? OR ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. ആ എല്ലാ ഫാക്ടേഴ്സിനും ഒരു ഓപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നത്, കുറേ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ, നോൺ കൺസിഡറേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്. OR provides solution only if the elements are quantified. നമുക്കറിയാം ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്പേഴ്സ് വരുന്ന രീതിയിലുള്ള, ഇപ്പോൾ നമ്പർ കൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ 4x+3y എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 4+3 = 7 എന്ന രീതിയിൽ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷനാണ് ഇതിൽ വരുന്നത്, ഓപ്പറേഷൻ റിസർച്ചിൽ കണ്ടെത്തുന്നുള്ളൂ. It is seen that all factors cannot be quantified. നമുക്കറിയാം എല്ലാ ഫാക്ടേഴ്സും ക്വാണ്ടിഫൈഡ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ സത്യസന്ധത നമുക്ക് പറയാൻ പറ്റുമോ? ഇത്ര കിലോഗ്രാം സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ സത്യസന്ധത ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് ലൈക്ക് ഹ്യൂമൻ റിലേഷൻ കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. നമുക്കറിയാം മനുഷ്യബന്ധങ്ങളെ ഒരിക്കലും അളക്കാൻ നമുക്ക് കഴിയില്ല, അല്ലേ? മനുഷ്യബന്ധങ്ങൾ ഏത് രീതിയിലും വരാം, അത് നമുക്ക് ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ വാക്കായിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും ഈ ഓപ്പറേഷൻ റിസർച്ച് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏത് ഫാക്ടേഴ്സും മാത്രമേ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്പർ വരുന്ന രീതിയിലുള്ള പ്രോബ്ലം മാത്രമേ ഓപ്പറേഷൻ റിസർച്ചിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാൻ ഇതിൽ പറ്റില്ല. ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
അൺസർട്ടൈൻ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഈ മനുഷ്യബന്ധങ്ങൾ, സത്യസന്ധത, സൗന്ദര്യം, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യൂമറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ മാത്രമേ ഇവിടെ നടത്താൻ പറ്റുള്ളൂ എന്നത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് ജോബ് ഓഫ് സ്പെഷ്യാലിറ്റീസ്. OR ഈസ് റിലേറ്റഡ് വിത്ത് ദ ജോബ് ഓഫ് സ്പെഷ്യാലിറ്റീസ് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിഷ്യൻ ഓർ മാത്തമാറ്റീഷ്യൻസ്. OR റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്പെഷ്യലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്? സ്റ്റാറ്റിസ്റ്റിഷ്യൻ അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ. അവർക്ക് ഈ ഓറിലുള്ള പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാം. ബട്ട് ദേ ആർ നോട്ട് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ്. പക്ഷേ അവരൊരിക്കലും എന്താവില്ല, മാനേജ്മെൻറ്റിൽ എക്സ്പേർട്ട് ആവണം എന്നില്ല. സോ ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ദ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അവർ മാനേജ്മെൻറ്റുമായിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലംസ് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കണം എന്നില്ല. അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണെങ്കിലും മാത്തമാറ്റീഷ്യൻ ആണെങ്കിലും OR ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്യാൻ കഴിയുമെങ്കിലും മൊത്തത്തിൽ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആ മാനേജ്മെൻറ്റ് പ്രോബ്ലം അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കോസ്റ്റ്ലി. ഇനി കോസ്റ്റ്ലി ആണ് ഇത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ബേസിക് ഡാറ്റ. സോ ദി ഇൻകോർപ്പറേഷൻ ഓഫ് ദിസ് ഡാറ്റ ഇൻ ഓപ്പറേഷൻ റിസർച്ച് മോഡൽസ് ബിക്കം കോസ്റ്റ്ലി അഫെയർ. അത് പിന്നെ അറിയാലോ. ഇനി ഡിഫിക്കൽട്ടി ഇൻ ഇംപ്ലിമെൻറ്റേഷൻ. ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഡിഫിക്കൽട്ട്. ദർ വിൽ ബി റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ഇത് നടപ്പിലാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള റെസിസ്റ്റൻസും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാറുള്ളത് കൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു ലിമിറ്റേഷൻ. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ സെലക്ഷൻ ഓഫ് ടെക്നിക്സ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ്. നമുക്കറിയാം ഒരുപാട് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ് ഉണ്ട്. ദീസ് ടെക്നിക്സ് ആർ വെരി യൂസ്ഫുൾ. എല്ലാ ടെക്നിക്സും യൂസ്ഫുൾ ആണ്. ബട്ട് ഇറ്റ്സ് സെലക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദ പ്രോബ്ലം, ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അസംപ്ഷൻ എക്സെട്ര. പക്ഷേ അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ ഒരു സ്വഭാവത്തെ അനുസരിച്ചിരിക്കും. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അസംപ്ഷൻ എന്നതിനെ ബേസ് ചെയ്തിരിക്കും. Due to that, selection of appropriate techniques is prerequisite. ഓക്കെ. അപ്പോൾ ആ ടെക്നിക്സ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇനി അടുത്തത് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ദ മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. നമുക്കറിയാം ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ദ മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. ഈ ഓപ്പറേഷൻ റിസർച്ചിൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മാനേജ്മെൻ്റ് ആണ് ഡിസിഷൻസ് എല്ലാം മൊത്തത്തിലുള്ള ഡിസിഷൻസ് എടുക്കാറ്. ഓപ്പറേഷൻ റിസർച്ച് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എൻറ്റയർ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡസ് നോട്ട് റിലീവ് ദ മാനേജേഴ്സ് ഓഫ് ദെയർ ടാസ്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സോ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എൻറ്റയർ പ്രോസസ്സിന് പകരമാവില്ല. മനസ്സിലായല്ലോ. എൻറ്റയർ പ്രോസസ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ മെത്തേഡ് ഒരിക്കലും പകരമാവില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ആ ഡിസിഷന് ഈ ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരിക്കലും മാനേജ്മെൻറ്റിന് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റിന് പകരം ഒരിക്കലും ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല, ഓപ്പറേഷൻ റിസർച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. അതൊരു ലിമിറ്റേഷനാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ചറും മാനേജറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. അതെങ്ങനെയെന്ന് നോക്കാം. OR ബീയിങ് സ്പെഷ്യലിസ്റ്റ് ജോബ് റിക്വയർസ് എ മാത്തമാറ്റീഷ്യൻ ഓർ എ സ്റ്റാറ്റിസ്റ്റിഷ്യൻ. OR എന്ന് പറയുന്ന മെത്തേഡ് കൂടുതൽ അതിലെ പ്രോബ്ലം ഒക്കെ കൈകാര്യം ചെയ്യാൻ ആർക്ക് കഴിയും? മാത്തമാറ്റീഷ്യനും അതുപോലെ സ്റ്റാറ്റിസ്റ്റിഷ്യനും ഒക്കെ കഴിയും. who might not be aware of business problems. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിലുള്ള ബിസിനസ് പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു അത്ര അവയർനെസ് ഉണ്ടാവില്ല. Similarly, a manager fails to understand the complex working of operation research. അതുപോലെ തന്നെ മാനേജർ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലെ പ്രോബ്ലം കൈകാര്യം ചെയ്യാനും പറ്റില്ല. Thus, there is a gap between the two. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഗ്യാപ്പ് വരാം. ക്ലിയർ ആയോ എന്താ കാര്യം എന്ന്? ഓപ്പറേഷൻ റിസർച്ചർ ജോബ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള രണ്ട് ആളുകൾ, ഒന്ന് മാത്തമാറ്റീഷ്യനും മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിഷ്യനുമാണ്. അവർക്ക് ഈ ഓപ്പറേഷൻ റിസർച്ചിലുള്ള പ്രോബ്ലംസ് എല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യാം. പക്ഷേ മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയണമെന്നില്ല. ഇനി നേരെ തിരിച്ച് മാനേജറുടെ കേസ് എടുക്കാം. ഈ മാനേജർക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഓപ്പറേഷൻ റിസർച്ചിലെ പ്രോബ്ലം കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. ക്ലിയർ ആയോ? അപ്പോൾ അവർ തമ്മിലൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. അതാണ് ഒരു ലിമിറ്റേഷനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.
അടുത്തത് ഡിപ്പെൻഡൻസ് ഓൺ ആൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ഓപ്പറേഷൻ റിസർച്ചിലെ പല കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്ത് മാത്രമാണ് എന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ്. ഓർ ടെക്നിക്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ടേക്കിംഗ് ഇൻ ടു ആൻ അക്കൗണ്ട് all the factors in modern society. These factors are numerous and expressing in quantity, and establishing relationship among these require voluminous calculations that can only be handled by computers. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് മാത്രം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. എപ്പോഴും കമ്പ്യൂട്ടർ അവൈലബിൾ ആവുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ ചെയ്താൽ ഈ ഒരു മെത്തേഡ് ശരിയാവണം എന്നില്ല. അടുത്തത്, in the quantitative analysis of operation research, certain assumptions and estimates are made for assigning quantitative values to factors involved. In such estimates are wrong, the result would be equally misleading. നമുക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിലുള്ള ഡാറ്റയാണ് ഓപ്പറേഷൻ റിസർച്ചിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില ഊഹങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില കാൽക്കുലേഷൻസിൽ വരുന്ന എസ്റ്റിമേഷൻ ഇന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് ആ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. അതിൽ ചിലപ്പോൾ തെറ്റ് വരാം, നമ്മൾ ഊഹം വെച്ച് ചെയ്യുമ്പോൾ തെറ്റ് വരാം. ആ ഒരു ചെറിയൊരു തെറ്റ് ആ മൊത്തം പ്രോബ്ലത്തെ ബാധിക്കും. അപ്പോൾ ആ പ്രോബ്ലം മൊത്തം തെറ്റാവാനും സാധ്യതയുണ്ട്. ഇത് ഒരു ലിമിറ്റേഷനായിട്ട് പറയാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.